ബുദ്ധിമാനായ മുയലും സിംഹവും. ഒരിക്കൽ ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം താമസിച്ചിരുന്നു. വിശപ്പടക്കാൻ വേണ്ടി അവൻ ദിവസവും കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഭയന്ന മൃഗങ്ങൾ ഒരു ദിവസം സിംഹത്തിന്റെ അടുത്തെത്തി ഒരു കരാറിലെത്തി. അങ്ങു വേട്ടയാടാനിറങ്ങണ്ട, പകരം ഞങ്ങൾ ഓരോരുത്തരായി ദിവസവും നിങ്ങളുടെ ഗുഹയിലേക്ക് ഭക്ഷണമായി വന്നുകൊള്ളാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഊഴം വന്നത് ഒരു ചെറിയ മുയലിനായിരുന്നു. മരിക്കാൻ ഒട്ടും താൽപ്പര്യമില്ലാതിരുന്ന മുയൽ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ സിംഹത്തിന്റെ അടുത്തെത്താൻ മനഃപൂർവ്വം വൈകി. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്ന സിംഹം മുയലിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത്രയും വൈകിയത്? മുയൽ ഭയത്തോടെ പറഞ്ഞു, പ്രഭു, ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു ശക്തനായ സിംഹത്തെ കണ്ടു. ഈ കാടിന്റെ രാജാവ് താനാണെന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് രോഷാകുലനായ സിംഹം ആ പുതിയ സിംഹത്തെ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. മുയൽ സിംഹത്തെ ഒരു പഴയ കിണറ്റിനരികിലേക്ക് കൊണ്ടുപോയി. ഇതാ ഇതിനുള്ളിലാണ് അവൻ ഒളിച്ചിരിക്കുന്നത്, മുയൽ പറഞ്ഞു. സിംഹം കിണറ്റിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി അവൻ ഉച്ചത്തിൽ ഗർജിച്ചു. കിണറ്റിൽ നിന്നും പ്രതിധ്വനി കേട്ടപ്പോൾ അത് ശത്രുവിന്റെ ഗർജനമാണെന്ന് വിചാരിച്ച് സിംഹം കിണറ്റിലേക്ക് എടുത്തു ചാടി. അതോടെ ആ ക്രൂരനായ സിംഹത്തിന്റെ ശല്യം അവസാനിച്ചു. ഗുണപാഠം: കായിക ബലത്തേക്കാൾ വലുതാണ് ബുദ്ധിശക്തി.